എൻ്റെ പേര് പ്രസന്ന ജോസ്. ഞാൻ ഈ പിലാത്തറ ഇടവകയിലാണ്. എനിക്ക് 26 വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല, ബോധം കെട്ട് വീഴും, ഒരു 4-5 പ്രാവശ്യം ഛർദ്ദിക്കും. പിന്നെ പിറ്റേന്ന് മുതൽ ആ തൊണ്ട പൊട്ടിയ വേദനയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ധ്യാനത്തിന് കൂടി ബ്രദർ സ്തുതിപ്പിൻ്റെ സമയത്ത് പറഞ്ഞു മൈഗ്രെയിൻ ഉള്ള ഒരു മകളെ ഈശോ സ്പർശിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈശോയെ അത് എന്നെ തന്നെ ആയിരിക്കണേ എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് 2 മാസം ഈ മൈഗ്രെയിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ദിവസം പെട്ടെന്ന് ഇതുപോലെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതാണല്ലോ, അടുത്ത പ്രാവശ്യം ബ്രദറിൻ്റെ ധ്യാനം തന്നെയാണ്, ഇതെനിക്ക് സുഖമായിട്ടില്ലേ എന്ന് ഞാൻ ഈശോയോട് ചോദിച്ചു. അതാണ് എൻ്റെ ലാസ്റ്റ് മൈഗ്രെയിനുള്ള തലവേദന, ഛർദിയും. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ കൂടിയതിന് ശേഷം ഒരു പ്രാവശ്യം മൈഗ്രെയിൻ വന്നു അല്ലേ? അന്നേരം പറഞ്ഞു സാക്ഷ്യം പറയാൻ തീരുമാനം എടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കൈയടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ മകൾക്ക് നൽകിയ സൗഖ്യം കർത്താവാണ് ചെയ്തത്. കർത്താവിന് മഹത്വം.